അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 14 ഭാഗം 3 വിഷയം ലഹരി മയക്കുമരുന്ന് എങ്ങനെ ഒഴിവാക്കാം. ഇതാണ് വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്ലാസ്സുകൾ കേൾക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. 3-ാമത്തെ ക്ലാസ്സിലൂടെ നൽകാൻ പോകുന്ന നിർദ്ദേശം അതല്ലെങ്കിൽ സന്ദേശം എന്താണ്? നമ്മളൊക്കെ ദേഷ്യപ്പെടുന്ന ആളുകളാണ് അല്ലേ? ദേഷ്യപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും ദേഷ്യപ്പെടുന്നവരാണ്. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നാം അപരനോട് ധാരാളമായിട്ട് ചീത്ത വാക്കുകൾ പറയും, അനാവശ്യ വാക്കുകൾ പറയും, ആക്രമിക്കും, ഇങ്ങനെ പലതും ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെല്ലാം ചെയ്യുന്നത്. കാരണം എന്ത്? ദേഷ്യമില്ലാത്തപ്പോൾ നാം ഇതൊന്നും ചെയ്യാറില്ല. ഓക്കെ അല്ലേ? അപ്പം അതുകൊണ്ട് ദേഷ്യം എവിടെ നിന്നാണ് വരുന്നത്? ദേഷ്യം ശൈത്താനിൽ നിന്നാണ് വരുന്നത്. കാരണം ശൈത്താന്മാരെ പടച്ചത് തീ കൊണ്ടാണ്, തീ നാളങ്ങളെ കൊണ്ടാണ് ശൈത്താന്മാരെ പടച്ചിട്ടുള്ളത്. തീ ചൂടല്ലേ? അതുകൊണ്ടല്ലേ ദേഷ്യം വരുമ്പോൾ മുഖം ചൂടാവുന്നത്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിശാചുക്കൾ കയറിക്കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ദേഷ്യം വന്ന് പലതും സംസാരിക്കുമെന്ത് ചെയ്യുക? നമ്മുടെ വാക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുക മറ്റൊരാളിനെ കൊണ്ട്. അങ്ങനെ അവരെന്താക്കട്ടെ? റെക്കോർഡ് ചെയ്യട്ടെ നമ്മുടെ വിഷയങ്ങൾ, വാക്കുകൾ. നമ്മുടെ ദേഷ്യങ്ങളെല്ലാം പോയി നമ്മൾ തണുത്തു സമാധാനമായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ മെല്ലെ കേട്ട് നോക്കുക. അപ്പത്തെ നമുക്ക് ഒരു ചമ്മൽ വരും അല്ലേ? ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞതാണോ? ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിന് ഒരു 50% മാറ്റം സംഭവിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മെല്ലെ ചെയ്തു നോക്കുക. പ്രവൃത്തിയാണെങ്കിൽ ഒരു വീഡിയോ എടുത്തോ. ഈ വീഡിയോ എടുക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവർ അത് കാണരുത്. അപ്പോൾ അതിന് വേറെ ദേഷ്യം വരും. കേട്ടില്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കുക. അതേപോലെ ശരീരത്തിനെ കീഴ്പ്പെടുത്തണം. നടക്കുമോ? ഏതൊരു തിന്മ കണ്ടാലും പെട്ടെന്ന് ശരീരം ആഗ്രഹിച്ചു പോകും. അങ്ങനെയാണ്. നന്മ അങ്ങനെ പെട്ടെന്നാണ് വരില്ല. ഒരാൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് അത് ചെയ്താലോ അത് തോന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തിന്മ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അങ്ങനെ കീഴ്പ്പെട്ടു പോകും. ആ തിന്മ ചെയ്താലോ. അപ്പോൾ മനസ്സിന് ബലം കൊടുക്കണം. മനസ്സിന് ബലം കൊടുക്കണം. അത് ചെയ്യില്ല, അത് ചെയ്യരുത്. ആ മനസ്സിൻ്റെ ബലമാണ് നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പോൾ ശരീരത്തിനേക്കാളും കൂടുതലായി നമ്മുടെ മനസ്സിനാണ് ബലം കൊടുക്കേണ്ടത്. അപ്പോൾ ശരീരത്തിൻ്റെ ബലത്തിനെ പറ്റി നമുക്കറിയാലോ. നല്ല ഫുഡ് കഴിച്ചാൽ ശരീരത്തിന് ബലമായി. മനസ്സിനെന്ത് ചെയ്യും? മനസ്സിനെ ബലപ്പെടുത്താൻ നാം എന്തു പ്രവർത്തിക്കണം? അതിനുള്ള 1-ാമത്തെ മരുന്നാണ് ദേഷ്യപ്പെടാതിരിക്കുക. 2-ാമത്തെ മരുന്നാണ് നമ്മൾ നല്ല ലേഖനങ്ങൾ വായിക്കുക. വായനാശീലമുള്ളവർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരുടെ, മഹതികളുടെ എന്ത് ചെയ്യുക? സംഭവങ്ങൾ, കഥകൾ, നോവലുകൾ, ലേഖനങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക.
വായനാശീലമുള്ളവർ. അല്ലാത്തവരോ നല്ല പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് ആനന്ദം തോന്നും. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് ആനന്ദം തോന്നും. ആനന്ദം തോന്നുമ്പോൾ അവിടെ ദേശത്തിന് വിലയുണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെ മാനസികമായി നമുക്ക് ആനന്ദം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും. നേരെ മറിച്ച് ചീത്ത കൂട്ടുകെട്ട്, അതേപോലെ തിന്മ ചെയ്യുന്ന ആളുകൾ, അവരുടെ കൂടെ കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മളും എന്താകും? തിന്മയിലൂടെ അങ്ങ് പെട്ടുപോകും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ നല്ലവരുമായി കൂട്ടുകൂടുക. നല്ല ആൾക്കാരുണ്ടാവും, നല്ല ആളുകളുണ്ടാവും, അവരുമായി കൂട്ടുകൂടുക. നമ്മുടെ സംസാരങ്ങൾ നല്ല സംസാരങ്ങൾ പറഞ്ഞു ശീലിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരികയും നമ്മുടെ പ്രവൃത്തിക്ക് മാറ്റം വരികയും നാം നല്ല മനുഷ്യൻ ആയിത്തീരുകയും ചെയ്യും. ഇതാണ് അതിനുള്ള മരുന്ന്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.